നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പോക്കറ്റ് സമൂസയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ചില്ലി ചിക്കൻ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു സമൂസ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു പോക്കറ്റ് സമൂസ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണ്, പിന്നെ ഒരു 4 പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതുകൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ കാബേജ് ചേർത്ത് കൊടുക്കുക. കാബേജും അതുപോലെ തന്നെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ക്യാരറ്റും കാബേജും ഒക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്, ബോൺലെസ് ചിക്കനാണ്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 3/4 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം ഒന്നും അധികം വേവൊന്നും വേണ്ട, അതിനനുസരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസിയുടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചില്ലി സോസാണ്. ചില്ലി സോസ് 3/4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സമൂസ ഫോൾഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് ഇതുപോലെ ക്രോസായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് നടുക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ നടുക്ക് ഞാനൊരു ചെറിയൊരു പീസ് ചീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചീസ് വെച്ച് കൊടുക്കണ്ട, അത് സ്കിപ്പാക്കാം. എന്നിട്ട് മൈദയുടെ പേസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എന്നിട്ട് 4 ഭാഗവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം അതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണ്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഈ ഒരു സമൂസയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെക്കണം. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഈ ഒരു സമൂസ ഷീറ്റ് നന്നായിട്ട് ക്രിസ്പിയായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമൂസ പോക്കറ്റ് നല്ല ടേസ്റ്റാണ്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ കഴിക്കുമ്പോഴുള്ള ആ ഒരു മസാല, ആ ഒരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്ത് എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.